എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് 5-ൻ്റെ സയൻസ് സെക്കൻഡ് ചാപ്റ്ററാണ്. അവേ ഫ്രം ഡിസീസസ് എന്ന് വെച്ചാൽ എന്താ? വ്യാധികൾ പടരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് അകന്ന് എന്നാണ് അർത്ഥം. ഈ ഒരു ചിത്രം നോക്കാം. ഡോക്ടർ ഒരു കുട്ടിയെ പരിശോധിക്കുകയാണല്ലേ. എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് ദിസ് ഫീവർ? ഇതൊരു പകർച്ചപ്പനിയാണ്, വീട്ടിൽ മറ്റാർക്കെങ്കിലും പനിയുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അമ്മ എന്താ പറയുന്നത്? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വേർ അഫക്റ്റഡ്. ഇവൻ്റെ സഹോദരിക്കും എനിക്കും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കാറില്ലേ, ഇത് വൈറൽ ഫീവർ ആണല്ലോ, വീട്ടിൽ വേറെ ആർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ എന്ന്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം? വീട്ടിൽ മറ്റാർക്കെങ്കിലും പനി ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ നമുക്ക് പനി വന്നിട്ടുണ്ടാവാം. ചില വൈറസുകൾ കാരണമുണ്ടാകുന്ന പനീനെയാണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി താഴെ തന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? എന്താണ് ഈ പനിയുടെ കാരണം? വൈറൽ ഫീവർ ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആരായിരിക്കും ആ പനി ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ടാവുക? വൈറസുകളാണല്ലേ. അപ്പോൾ ആൻസർ എങ്ങനെ പറയാം? വൈറസ്. എങ്ങനെയായിരിക്കും ഈ കുട്ടിയുടെ ശരീരത്തിൽ വൈറസുകൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക? The disease came through the contact with his infected sister or mother. രോഗബാധിതരായ അമ്മയിൽ നിന്നോ സഹോദരിയിൽ നിന്നോ ആയിരിക്കും ആ കുട്ടിക്ക് രോഗം കിട്ടിയിട്ടുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് ടു അതേഴ്സ്? മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? രോഗബാധിതരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പീപ്പിൾ ഷുഡ് ബി അവോയ്ഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ രോഗങ്ങളുടെ പേരാണ് നമുക്കറിയാവുന്നത്? പറഞ്ഞു നോക്കാം. ഓക്കെ, ഡയബറ്റിസ് കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ. ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വീട്ടിലിപ്പോൾ അമ്മൂമ്മമാരോ മറ്റാരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാനാണ് സാധ്യത. ഷുഗറുണ്ട്, മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറില്ലേ. ആ അസുഖത്തിന് പറയുന്ന പേരാണ് ഡയബറ്റിസ്. ഇനി മറ്റൊരു അസുഖമാണ് ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി എന്ന് നമ്മൾ പറയാറുണ്ട്. മഴക്കാലത്ത് കൊതുകുകളൊക്കെ കൂടുതലുള്ള ഏരിയയിൽ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കാറുള്ളൊരു അസുഖമാണ് ഡെങ്കിപ്പനി. അതുപോലെ ക്യാൻസർ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലേ. പിന്നെ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞപ്പിത്തം. ഇനി താഴെയുള്ള ടേബിളിൽ ഈ പേരുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവയല്ലാതെ മറ്റേതൊക്കെ പേരുകൾ നമുക്കറിയാം? ഏതൊക്കെ അറിയാം? COVID-19 കേട്ടിട്ടുണ്ട്. ജലദോഷം, ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലെ സ്ട്രോക്ക്, കാട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം അല്ലേ, കണ്ണിന് കാഴ്ച കുറയുന്നൊരവസ്ഥ അല്ലേ. അതുപോലെ മലേറിയ എന്നിങ്ങനെ കുറേ രോഗങ്ങളുടെ പേരുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അവയെല്ലാം പകരുന്നതാണോ? കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ പകരുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പകരുന്ന രോഗങ്ങൾ അല്ലേ. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ആണെങ്കിലോ? പകരാത്ത രോഗങ്ങൾ. നോൺ എന്ന് പറഞ്ഞാൽ ഇല്ല, നോ എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരാത്ത രോഗങ്ങൾ. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ രോഗങ്ങളെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നും ഇങ്ങനെ നമ്മൾ തരം തിരിച്ചെഴുതാൻ പറ്റും. നമുക്ക് എഴുതി നോക്കിയാലോ. ആദ്യം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 2 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി, പിന്നെ എന്താ? ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. ഇനി വേറെ ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? COVID-19 എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും അല്ലേ. നമുക്ക് സ്കൂളൊന്നും ഇല്ലാതെ കുറേ നാൾ വീട്ടിലിരുന്ന് ഓർമ്മയില്ലേ? COVID-19 ഒക്കെ പടർന്ന് പിടിച്ചിട്ട് അത് പകരുന്ന രോഗമാണ്, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതുപോലെ വേറൊരെണ്ണം നമുക്കറിയാം അല്ലേ, കോമൺ കോൾഡ്, ജലദോഷം. നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ എപ്പോഴും വരാറുള്ളതല്ലേ. അപ്പോൾ അതും പകരുന്നതാണ്. പിന്നെ എന്തൊക്കെ പറയാം? കോളറ, നിപ്പ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ അതായത് പകരാത്ത രോഗങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം? ക്യാൻസർ അല്ലേ, ഡയബറ്റിസ്, അതായത് ഷുഗർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊന്നും പകരുന്ന രോഗങ്ങളല്ല.
അതുപോലെ ഏതൊക്കെ മറ്റു രോഗങ്ങളും നമുക്കിതുപോലെ പകരാത്തതായിട്ടുണ്ട്. ആസ്മ, ഹാർട്ട് ഡിസീസസ്, ഹൃദ്രോഗങ്ങൾ, പിന്നെ എന്താണ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈ പ്രഷർ, ഇതൊന്നും പകരുന്ന രോഗങ്ങളല്ല. അതായത് ഇവയൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പാൻഡമിക്സ്. എന്താണ് പാൻഡമിക്സ്? മഹാമാരി എന്നാണ് മലയാളത്തിൽ പറയുക. നിങ്ങൾക്കറിയാവുന്ന ഈ അടുത്ത് നമ്മൾ അതിജീവിച്ച ഒരു പാൻഡമിക് ഏതാണെന്ന് പറയാമോ? എല്ലാവർക്കും അറിയാമല്ലേ, COVID-19. പാൻഡമിക് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, ഇതൊക്കെ നമുക്ക് നോക്കാം. When communicable disease spread to other countries or continents and affect a large number of people, it is called a pandemic. അപ്പോൾ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും പിന്നീട് നാട്ടിൽ പലർക്കും അത് പകരും. പിന്നെ അത് രാജ്യത്തുടനീളം പടരുന്നു, പല രാജ്യങ്ങളിലേക്ക് പടരുന്നു. പിന്നീട് ആ കോണ്ടിനെൻറ്റിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റ് കോണ്ടിനെൻറ്റുകളിലേക്കും പകരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ രോഗത്തെ പറയുന്ന പേരാണ് പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി. ഇനി നമ്മൾ അതിജീവിച്ച പാൻഡമിക്സ് ഏതൊക്കെയാണ്? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലേഗ്, COVID-19 ഇവയൊക്കെയാണ്. Aren't we more likely to get affected when we come into contact with someone who is sick? ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ഒരാളുടെ അടുത്ത് പോവുകയും അയാളുമായി അടുത്തിടപഴകുകയും ചെയ്താൽ ആ രോഗം നമുക്കും വരാനുള്ള സാധ്യത കൂടുതലല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണല്ലേ, നമ്മളുടെ ജീവിതത്തിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് പകരാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ ക്ലാസ്സിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് പെട്ടെന്ന് തന്നെ പകരാനുള്ള സാധ്യത കൂടുതലാണ്. വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? എന്താണ് ഈ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം, പാത്തോജൻസ്, രോഗകാരികൾ. എന്താണ് പാത്തോജൻസ് അല്ലെങ്കിൽ എന്താണ് ഈ രോഗകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗൈ. എന്താണ് പറയുന്നത്? ഭൂരിഭാഗം കമ്മ്യൂണിക്കബിൾ ഡിസീസസിനും പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ. ഏതൊക്കെയാണ് ഈ സൂക്ഷ്മജീവികൾ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഇപ്പോൾ ഈ ഫംഗസിൻ്റെ പ്ലൂരൽ ഫോമാണ്, ബഹുവചന രൂപമാണ് ഫംഗൈ എന്ന് പറയുന്നത് കേട്ടോ. ക്യാൻ വി സീ ദം? നമുക്കവയെ കാണാൻ പറ്റുമോ? വി കനോട്ട് സീ ദം വിത്ത് നേക്കഡ് ഐസ്. നമുക്കവരെ കണ്ണുകൾ കൊണ്ട് മാത്രം അവയെ കാണാനായിട്ട് സാധിക്കില്ല. ദേ ആർ കോൾഡ് പാത്തജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസസ്. നമ്മൾ അവയെ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായതുകൊണ്ടാണ് പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്കിവയെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് അതിൻ്റെ ഉപയോഗം? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ര ചെറിയ കാര്യങ്ങളെ വലുതായി കാണിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇനി ബാക്ടീരിയയെ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണാൻ സാധിക്കുക, എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ്, എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്താ? മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് എ വൈറസ് അല്ലേ. ഒരു വൈറസിനെ എങ്ങനെയാണ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കാണുക? ഈ രണ്ട് ചിത്രങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിവിങ് വിത്ത് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിന് ഒപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ എന്താ? സൂക്ഷ്മജീവികൾക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. പക്ഷേ നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്തല്ല? പാത്തോജൻസ്, രോഗകാരികൾ അല്ല. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഉപകാരികളായിട്ടുള്ള, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകളും ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ അതിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്ന ബാക്ടീരിയകളും നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്.
There are many instances where microorganisms can be useful to us. ഇനി മറ്റ് സാഹചര്യങ്ങളിലും മൈക്രോ ഓർഗാനിസംസ് നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. ദോശ ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദോശമാവ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അരിയും ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ട് 8-9 മണിക്കൂർ പാത്രത്തിൽ അങ്ങനെ മൂടി വയ്ക്കും. അതിനുശേഷമാണ് ആ മാവ് പുളിച്ച് പൊങ്ങി വരുന്നത്. ഇതിനെയാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് ചില ബാക്ടീരിയകൾ കാരണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. അപ്പോൾ എന്താണ് ഓർഗാനിക് മാറ്റർ? ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവാവശിഷ്ടങ്ങൾ എന്ന് വെച്ചാൽ സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ ഈ ജൈവ അവശിഷ്ടങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെ ഹെൽപ്പുകളാണ് അവർ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷനും അതിനുശേഷം ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനും ചെയ്യുന്നു. പിന്നെ എന്താണ്? ദോശ ബാറ്റർ ഫെർമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയോ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിലിലേക്ക് ആഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതുകൂടാതെയും ചില സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ തൈര് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം. അറിയാത്തവർ അമ്മയോട് ചോദിച്ചെന്ന് മനസ്സിലാക്കണം. എന്താ ചെയ്യുക? പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഒരു തരം ബാക്ടീരിയ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്താണ്? എല്ലാ മൈക്രോ ഓർഗാനിസംസും പാത്തജൻസ് അല്ല, രോഗകാരികൾ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പല ബാക്ടീരിയകളും നമുക്ക് രോഗമുണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ സഹായിക്കുന്നവരും കൂടിയാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ വേൾഡ് ഓഫ് ഫംഗൈ, ഫംഗസുകളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറച്ച് ദിവസം ബ്രെഡ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരുന്നത് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ. ഇതിനെയാണ് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ വെളുത്ത തുണികളൊക്കെ നനവ് പറ്റി കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ കറുത്ത കുത്തുകൾ അതിൽ വരുന്നത് കാണാം. അപ്പോൾ ഇതിന് നമ്മൾ കരിമ്പനടിക്കുക എന്നുള്ളതാണ് പറയാം. ദേ ഓൾ ആർ ഫംഗൈ. ഇതൊക്കെ എന്താണ്? ഫംഗസുകളാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് ഡിസീസ് ടു ഹ്യൂമൻസ്. അപ്പോൾ എന്താണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ ഇവയൊക്കെ മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചിലയിനം ഫംഗസുകളാണ്. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. എന്ന് പറഞ്ഞാൽ ഫംഗസുകളുടെ ലോകം വളരെ വലുതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫംഗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കൂൺ അല്ലേ? കൂൺ നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കുന്ന ഒരു എഡിബിൾ ആയിട്ടുള്ള ഒരു സസ്യമാണ്. അത് എന്താണെന്നാണ് പറയുന്നത്? ഫംഗസാണ്. അതുമുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ര ചെറിയ ഫംഗസുകളും ഉണ്ട്. അപ്പോൾ കൂൺ അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാ കൂണുകളും അതുപോലെ ബ്രെഡിലെ പൂപ്പലും തുണിയിലെ കരിമ്പനും ഒക്കെ എന്താണ്? ഫംഗസുകളാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഹൗ ഡിസീസസ് സ്പ്രെഡ്. എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത് എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കി. ഈ കുട്ടി തുമ്മുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് കുറച്ച് ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ തുപ്പൽ തെറിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ പപ്പായയിൽ ഈച്ച വന്നിരിക്കുന്നുണ്ട്, മറ്റ് ഫ്രൂട്ട്സിലും ഈച്ചയും പാറ്റയും ഒക്കെ വന്നിരിക്കുന്നുണ്ട് അല്ലേ? താഴെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. Why do we cover our nose and mouth with a handkerchief when we cough or sneeze? എന്തിനാണ് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെ ഒരു ഹാൻഡ്കർച്ചീഫ് ഉപയോഗിച്ച് മൂക്കും വായും പൊത്തിപ്പിടിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന തുപ്പൽ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സിൽ നമുക്ക് അസുഖമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുണ്ടാവും. ഇത് മറ്റൊരാളിലേക്ക് എത്തിയാൽ അവർക്കും രോഗം വരാനായിട്ട് ഇടയാക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാനാണ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒരു ഹാൻഡ്കർച്ചീഫ് ഉപയോഗിച്ച് മൂക്കും വായും മൂടി വയ്ക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ?
വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ മൂടി വയ്ക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഭക്ഷണ സാധനങ്ങളിൽ ഈച്ചയും പാറ്റയും ഒന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നിരുന്നാൽ എന്താ സംഭവിക്കുക? ഈച്ചയും പാറ്റയും ഒക്കെ വൃത്തിയില്ലാത്ത പല സ്ഥലങ്ങളിലുമൊക്കെ പോയി ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ശരീരത്തിൽ രോഗകാരികളായ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ പാത്തോജൻസ് ഉണ്ടാകും. ഭക്ഷണ സാധനങ്ങളിൽ അവ വന്നിരിക്കുമ്പോൾ ഈ പാത്തോജൻസ് ആ ഭക്ഷണ സാധനങ്ങളിലുമാകും. അത് കഴിക്കുന്നത് വഴി നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ മൂടി വയ്ക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ഹ്യൂമൻ ബോഡി? ഏതൊക്കെ രീതിയിലാണ് രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട്. താഴെ തന്നിരിക്കുന്ന ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പാത്തോജൻസ് എത്തുന്നത്? 2 രീതിയിൽ വരാം എന്ന് ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നോട്ട് ത്രൂ വെക്റ്റർ, രണ്ടാമത്തേത് ത്രൂ വെക്റ്റേഴ്സ്. പക്ഷേ എന്താണ് വെക്റ്റേഴ്സ്? ഇതറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ചാർട്ട് ഇനി ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താ വെക്റ്റേഴ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വെക്റ്റേഴ്സ് എന്താണ്? വെക്റ്റേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന മറ്റു ജീവികളാണ് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ച, പിന്നെ റാറ്റ് ഫ്ലീ എന്ന് പറഞ്ഞാൽ ചെല്ല്, മോസ്കിറ്റോ കൊതുക്, ബാറ്റ്സ് വവ്വാലുകൾ, ഇവയെല്ലാം വെക്റ്റർ ഓർഗാനിസംസ് ആണ്. നമുക്ക് രോഗമുണ്ടാക്കാനായിട്ട് കാരണമാകുന്ന ജീവികളാണ്. അപ്പോൾ ഇവയെയാണ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ വെക്റ്റേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ട് ഫില്ല് ചെയ്യാം. ആദ്യത്തേത് നോട്ട് ത്രൂ വെക്റ്റേഴ്സ് എന്നാണ്, രണ്ടാമത്തേത് ത്രൂ വെക്റ്റേഴ്സ് ആണ്. ആദ്യം നമുക്ക് ത്രൂ വെക്റ്റേഴ്സ് എന്ന ഭാഗം നോക്കാം. ആദ്യത്തെ ബോക്സിൻ്റെ താഴെ ഡെങ്കു ഫീവർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? ഡെങ്കിപ്പനി വരുത്തുന്നത് ആരാ? കൊതുക്, മോസ്കിറ്റോ ആണ്. അപ്പോൾ മോസ്കിറ്റോ എന്നാണ് ആ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി കൊതുക് പരത്തുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? മലേറിയ, ചിക്കൻ ഗുനിയ, ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. മന്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സ് നമുക്ക് മറ്റൊരു വെക്റ്ററിൻ്റെ പേര് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റാറ്റ് എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈ ഈച്ച അത് എഴുതാം. ഏത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഏതാണോ എഴുതാനായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത് അത് എഴുതിക്കോളൂ കേട്ടോ. ഇനി എലി, റാറ്റ് എന്നാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ റാറ്റ് വരുത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വേണം താഴെ എഴുതാനായിട്ട്. ഏതൊക്കെ എഴുതാം? പ്ലേഗ്, റാറ്റ് ബൈറ്റ് ഫീവർ, സാൽമോണെല്ല, ഇതൊക്കെ എഴുതാം. ഇനി ഹൗസ് ഫ്ലൈ എന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി എങ്ങനെയാണ് ഇവ രോഗം പരത്തുന്നത്? റോഡരികിലും പറമ്പുകളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചവിട്ടരുത് എന്ന് പറയാറുണ്ടല്ലേ? എന്തുകൊണ്ടായിരിക്കും? ആ വെള്ളത്തിൽ ഒരു പക്ഷേ എലികളുടെ വിസർജ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ആ ചവിട്ടി നടക്കുന്ന ആളുടെ കാലിൽ മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവിലൂടെ രോഗാണുക്കൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എലിപ്പനിയോ അങ്ങനെ അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഈച്ചകളാണെങ്കിലോ മറ്റു ജീവികളുടെ വിസർജ്യങ്ങളിലും ചാണകത്തിലോ അതുപോലെയുള്ള അഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഈച്ചകൾ അവരുടെ ശരീരത്തിൽ രോഗാണുക്കൾ പറ്റിപ്പിടിക്കുന്നു. പിന്നീട് എന്ത് പറ്റും? അവർ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ ഈ രോഗാണുക്കൾ ഭക്ഷണത്തിലാവും. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗം വരികയും ചെയ്യും. ഇനി താഴെയുള്ള ബോക്സിൽ ഹ്യൂമൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ലെപ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠം, അതുപോലെ ചിക്കൻ പോക്സ്, HIV, ഇതൊക്കെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ബോക്സിൽ ബേർഡ്സ് ആണ് അല്ലേ? അപ്പോൾ പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്? ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി, കേട്ടിട്ടുണ്ടാവില്ലേ? ഇനി അതുപോലെ ഓർണിത്തോസിസ്, ഇതൊക്കെ പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിലൂടെ അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ വരിക? ത്രൂ സോയിൽ, മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണ്? വേം ഡിസീസ്,
വിരശല്യം എന്ന് പറയും. ടെറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓടിക്കളിക്കുമ്പോഴൊക്കെ വീണ് ശരീരത്തിൽ മുറിവ് പറ്റാറുണ്ടല്ലേ. അങ്ങനെ മുറിവുണ്ടാകുമ്പോൾ ആ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പാത്തോജൻസ് മുറിവിലൂടെ ശരീരത്തിനകത്ത് പ്രവേശിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ടെറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി മുറിവുണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോയിട്ട് TT എടുക്കണം എന്ന് പറയും. അതായത് പോയിസൺ ഇഞ്ചെക്ഷൻ ഒക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ എന്തിനാണ് അങ്ങനെ? നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് ഈസ് ത്രൂ എയർ, വായുവിൽ കൂടി, എയറിൽ കൂടി വരുന്ന രോഗങ്ങൾ. ഏതൊക്കെയായിരിക്കും എയറിൽ കൂടി വരുന്ന രോഗങ്ങൾ? എങ്ങനെയായിരിക്കും എയറിൽ കൂടെ രോഗങ്ങൾ വരിക? അതായത് ഇപ്പോൾ രോഗമുള്ള ഒരാൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള ഡ്രോപ്ലെറ്റ്സ് വായുവിൽ കലർന്ന് അത് മറ്റൊരാളിലേക്ക് ശ്വസനത്തിലൂടെ പ്രവേശിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ആളും രോഗിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് എക്സാമ്പിൾസാണ് ട്യൂബർകുലോസിസ്, COVID-19, മീസിൽസ് എന്നിവ. ഇനി അടുത്തതാണ് ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വരുന്ന രോഗങ്ങൾ. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ടൈഫോയിഡ് ആണ്. അതുപോലെ തന്നെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. ഇപ്പം നമ്മൾ വെക്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാർട്ടിൽ കണ്ടത്. അതായത് നോട്ട് ത്രൂ വെക്റ്റേഴ്സിലൂടെ അല്ലാതെയും ത്രൂ വെക്റ്റേഴ്സിലൂടെയും. അപ്പോൾ വെക്റ്റേഴ്സിന് നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു. മോസ്കിറ്റോ, റാറ്റ്, ഹൗസ് ഫ്ലൈ, ഇതൊക്കെ അവർ വരുത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി അതല്ലാതെ ഹ്യൂമൻസിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പക്ഷികൾ വഴി വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചു. പിന്നെ വെക്റ്റേഴ്സിലൂടെ അല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് രോഗങ്ങൾ വരാം? എയറിലൂടെയും സോയിലിലൂടെയും ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെയൊക്കെ രോഗങ്ങൾ വരാം. അപ്പം അതിനുള്ള എക്സാമ്പിൾസും നമ്മൾ നോക്കി. നെക്സ്റ്റ് വരുന്നത് വെൻ ദി സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്, പരിസരം മലിനമാകുമ്പോൾ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ, താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡു സിമിലർ കണ്ടീഷൻസ് എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഇതുപോലുള്ള സാഹചര്യം നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്? ആദ്യം നമുക്ക് ചിത്രങ്ങൾ നോക്കാം. ഒരു കുട്ടി മൂക്ക് പൊത്തി നിൽക്കുന്നുണ്ടല്ലേ. അവിടെ നിറയെ ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നായകളും കാക്കകളും എലികളും ഒക്കെ അവിടെയുണ്ട്. തൊട്ടടുത്ത ചിത്രത്തിലും ഇതുപോലെ തന്നെ വേസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട്. എലികളെല്ലാം നല്ല സന്തോഷത്തിലാണല്ലേ, കാരണം അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അടുത്ത ചിത്രത്തിൽ എന്താ? ടാങ്കാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, ഗാർബേജ് ഉണ്ട്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താ ഉണ്ടാവുക? ആരാണ് പെരുകുക? കൊതുകുകൾ. ഒരുപാട് കൊതുകുകൾ അവിടെ വളരും. ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങളും വേസ്റ്റും ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ നായകളും എലികളും കാക്കകളും ഒക്കെ പെരുകും. അതുകൂടാതെ കൊതുകുകളും ധാരാളമായിട്ടുണ്ടാകും. പരിസര മലിനീകരണം കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും? രോഗങ്ങളും കൂടും. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. വെക്ടേഴ്സ് പെരുകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ടു. ഈച്ച, കൊതുക്, എലി, ഇവരൊക്കെ വെക്ടേഴ്സാണ്. ഏത് സാഹചര്യങ്ങളിലാണ് ഇവർ പെരുകുക? ആദ്യത്തെ നമുക്ക് നോക്കാം. ഹൗസ് ഫ്ലൈ എടുക്കാം, ഈച്ച നമുക്ക് എടുക്കാം. എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈച്ചകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? റോട്ടിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടായിട്ടുള്ള ചീത്തയായിട്ടുള്ള ഫുഡ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്ത് പറ്റും? ഈച്ചകൾ ഒരുപാട് പെരുകും. ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും ധാരാളം ഈച്ചകളുണ്ടാവും. പിന്നെ മാനുവർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ അവശിഷ്ടങ്ങൾ, ഇപ്പോൾ ചാണകം അതുപോലുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് ഈച്ചകൾ വളരും. ഇനി അടുത്ത വെക്ടർ നമ്മൾ കൊതുക്, മോസ്കിറ്റോ. മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. ഉപേക്ഷിച്ച് പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. കോക്കനട്ട് ഷെൽസ് എന്ന് പറഞ്ഞാൽ ചിരട്ടകൾ കേട്ടോ. ഇനി വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ കൊതുകുകൾ പെട്ടെന്ന് തന്നെ പെരുകുന്നു. ഇനി അടുത്ത വെക്ടറാണ് റാറ്റ്. എലികൾ ധാരാളമായിട്ട് വളരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പ്ലേസസ് വിത്ത് അബൻഡൻറ്റ് ഫുഡ് വേസ്റ്റ്, ധാരാളം ഭക്ഷണാവശിഷ്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ അഗ്രികൾച്ചറൽ ഏരിയാസ് വിത്ത് സ്റ്റോർഡ് ഗ്രെയിൻ ഓർ ലൈഫ് സ്റ്റോക്ക് ഫീഡ്, ധാന്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിലും അതുപോലെ കന്നുകാലികൾക്കുള്ള ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എലികളുണ്ടാവും. പിന്നെയോ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റൈസേഷൻ, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെ എലികൾ ധാരാളമായിട്ട് വളരുന്നു. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? വെക്ടേഴ്സിനെ കൺട്രോൾ
കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലെറ്റ് us കൺട്രോൾ മോസ്കിറ്റോസ്. നമുക്ക് കൊതുകുകളെ നിയന്ത്രിക്കാം. We can prevent many diseases by controlling mosquitoes. കൊതുകുകളെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് അസുഖങ്ങളെ തടയാനായിട്ട് പറ്റും. Is it enough to eliminate mosquito breeding conditions only in our home? നമ്മുടെ വീടുകളിൽ മാത്രം ഈ മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. പോരാ അല്ലേ? അപ്പോൾ ഇവിടെ 2 കൊതുകുകൾ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. We can't survive here. We have to look for other places to lay eggs. ആദ്യത്തെ കൊതുക് പറയാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നമുക്ക് മുട്ടയിടാനായിട്ട് വേറെ സ്ഥലങ്ങൾ നോക്കണം. അപ്പോൾ രണ്ടാമത്തെ കൊതുക് പറയാണ് ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി ക്യാൻ നോട്ട് ലിവ് ഹിയർ. ഈ സ്ഥലം ഭയങ്കര ക്ലീൻ ആണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കൊതുകുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് എറൗണ്ട് റെസിഡൻസസ്, നമ്മുടെ വീടുകളുടെ ചുറ്റും ഉള്ള പുല്ലും അതുപോലെ പാഴ്ചെടികളും ഒക്കെ യഥാസമയം റിമൂവ് ചെയ്യണം, മാറ്റണം. ക്ലീനിങ് ഡ്രെയിൻസ്, അതായത് ഓടകൾ, അഴുക്ക് ചാലുകൾ, വെള്ളം പോകുന്ന ചാലുകളൊക്കെ ക്ലീൻ ചെയ്യണം. ദീസ് ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. ഇതൊക്കെ കൊതുകുകളുടെ ബ്രീഡിങ് തടയാനുള്ള ഏതാനും ചില വഴികളാണ്. ഇനി താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് അതിൽ കാണിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? കൊതുകുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ ജനലും വാതിലും അടച്ചിടുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോസ്കിറ്റോ റെപ്പലൻറ്റ് യൂസ് ചെയ്യാം അല്ലേ? അതുപോലെ മോസ്കിറ്റോ കോയിൽ യൂസ് ചെയ്യാം, മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം, മോസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്യാം. ഇവയൊക്കെ നമ്മളെ കൊതുകിൻ്റെ കടിയേൽക്കാതിരിക്കാൻ സഹായിക്കും. ഇനി അടുത്ത ഭാഗം, വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്? നമ്മുടെ ചുറ്റുപാട് മാത്രം വൃത്തിയാക്കിയാൽ മതിയോ രോഗങ്ങൾ പടരുന്നത് തടയാനായിട്ട്? പോരാലേ. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോളം തന്നിട്ടുള്ളത് ഡിസീസസ്, രോഗങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ കോളത്തിൽ പറയുന്നത് തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങൾ തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന രോഗങ്ങൾ. എന്തൊക്കെ ചെയ്യാം നമുക്ക് അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, പഴങ്ങളും പച്ചക്കറികളും കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്, ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. രണ്ടാമത്തേത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്, വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും വരുന്ന രോഗങ്ങൾ. എങ്ങനെയൊക്കെ നമുക്ക് തടയാം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് സിക്ക് പേഴ്സൺ, രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സിട്ര, രോഗിയുടെ ഹാൻഡ് കർച്ചീഫോ വസ്ത്രങ്ങളോ ഉപയോഗിക്കാതിരിക്കുക. യൂസ് മാസ്ക് ധരിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക. തേർഡ് വൺ, ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. എങ്ങനെയൊക്കെ നമുക്ക് തടയാം? യൂസ് ഫുട്വെയർ, ചെരുപ്പ് ധരിക്കുക. പ്രിവെൻറ്റ് വൂണ്ട്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്, നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി, അഴുക്കും ചെളിയുമൊക്കെ ആയാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂം ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസ്? രോഗം തടയുന്നതിന് നിങ്ങളുടെ വീടും സ്കൂളും ശുചിമുറിയും വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യരെ മാത്രമാണോ ഈ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. സീ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. നമുക്ക് താഴെ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് തന്നിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. Around 4,000 dogs in Wayanad suspected to be affected by canine distemper. Many die. വയനാടുള്ള 4,000-ഓളം നായകൾക്ക് പേവിഷബാധയെന്ന് സംശയം. ഒരുപാട് നായകൾ ചത്തുപോയി എന്നാണ് ന്യൂസ് റിപ്പോർട്ട്. കനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ പേവിഷബാധ. അടുത്തത് നോക്കൂ. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ റിപ്പോർട്ടഡ് ഇൻ കേരളാസ് പത്തനംതിട്ട. കേരളത്തിൽ പത്തനംതിട്ടയിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറഞ്ഞാൽ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
lumpy skin disease. Over 2,000 animals died in state last week despite of 100% vaccination of cattle. കന്നുകാലികൾക്ക് 100% വാക്സിനേഷൻ കൊടുത്തിട്ടും 2000-ഓളം മൃഗങ്ങൾ ഈ ലംബി സ്കിൻ ഡിസീസ് കാരണം മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ചിത്രത്തിൽ പശുവിൻ്റെ ദേഹത്ത് കണ്ടോ, ഈ പാടിനെയാണ് ലംബി സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത്. ഇന്ത്യ ബേർഡ് ഫ്ലൂ ഔട്ട്ബ്രേക്ക്. ഇന്ത്യയിൽ പക്ഷിപ്പനി പടരുന്നു. തൗസൻഡ്സ് ഓഫ് പോൾട്രി ടു ബി കൾഡ് ഓവർ ഏവിയൻ ഇൻഫ്ലുവൻസ. ഏവിയൻ ഇൻഫ്ലുവൻസ കാരണം ആയിരക്കണക്കിന് കോഴികളെ കൊല്ലേണ്ടി വരും. ഏവിയൻ ഇൻഫ്ലുവൻസ പക്ഷിപ്പനി എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നേ? മനുഷ്യർക്ക് മാത്രമല്ല അല്ലേ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ പകർച്ചവ്യാധികൾ വരുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹാവ് യു ഒബ്സർവ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? അതായത് പകർച്ചവ്യാധികളുള്ള പ്ലാന്റ്സിനെ, സസ്യങ്ങളെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സീ ദ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. ഇലകളിൽ ബ്രൗൺ കളറായിട്ടുള്ള സ്പോട്ട്സ് കണ്ടോ നെൽച്ചെടികളിൽ, അതിനെ പറയുന്ന പേരാണ് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ്. ഇനി അടുത്തത് മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്. പയറ് ചെടികളിൽ മൊസൈക്ക് പോലുള്ള ചില പാറ്റേൺസ് ഇലകളിൽ കാണാം. ഇതിനെയാണ് മൊസൈക്ക് ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. തെങ്ങിന് കൂമ്പ് ചീയൽ. അപ്പോൾ ഇവയൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളാണ്. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. ഹൈജീൻ ഹാബിറ്റ്സ്. ശുചിത്വ ശീലങ്ങൾ. ഈസ് ഇറ്റ് പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്? അതായത് പരിസര ശുചിത്വം പോലെ വ്യക്തി ശുചിത്വം ആരോഗ്യപരമായ ജീവിതത്തിന് ആവശ്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആവശ്യമാണ് അല്ലേ. ചില ശീലങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യം 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യണേ. അതിന് ശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെ കുറച്ച് ശീലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ശീലങ്ങൾ ഏതാണ് എന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകിയാൽ മതി എന്നാണ് പറയുന്നത്. അത് നല്ല ശീലമല്ല അല്ലേ, അപ്പോൾ ക്രോസ് ചെയ്തേക്കുക. ദെൻ അടുത്തത് ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്. രാത്രി ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല ശീലമാണ്, ടിക്കിടാം. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കയ്യിലെയും കാലിലെയും നഖങ്ങൾ വെട്ടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മോശം ഹാബിറ്റാണ്. ദെൻ അടുത്തത് യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് നടക്കുമ്പോൾ ചെരുപ്പ് ഫുഡ് വെയർ ഉപയോഗിക്കണം, നല്ല ശീലമാണ്. ദെൻ അടുത്തത് ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോട്ട് ബൈ ബേർഡ്സ്. പക്ഷികൾ കൊത്തിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു മോശം ഹാബിറ്റാണ്, അത് ക്രോസ് ഇട്ടേക്കുക. അടുത്തത് ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. അതായത് തുറന്നു വെച്ചിട്ടുള്ള സ്നാക്സും ഡ്രിങ്ക്സും ഒന്നും കഴിക്കരുത്. ശരിയാണ് അല്ലേ, നല്ല ശീലമാണ്, ടിക്കിട്ടേക്കുക. അടുത്തത് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാം എന്നുള്ളത് അത് മോശം ശീലമാണ്, ക്രോസ് ഇട്ടേക്കുക. ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കണം, നല്ല ശീലമാണ്, ടിക്കിടാം. അടുത്തത് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി. Our bodies naturally have the ability to control and fight pathogens once they enter the body. This is called natural immunity. അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ കഴിവിനെയാണ് സ്വാഭാവിക പ്രതിരോധശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് എബിലിറ്റി വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഈ രോഗപ്രതിരോധശേഷി ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. ദ ബോഡി ഈസ് അണേബിൾ ടു ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സച്ച് ആസ് പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻസ് ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. ത്രൂ ദീസ് it will be possible to gain immunity. This is called acquired immunity. എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി നേടാൻ ശരീരത്തിന് കഴിവുണ്ടാവില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി നേടാൻ ശരീരത്തിനാവില്ല. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി കുത്തിവയ്പ്പുകൾ, അതായത് വാക്സിനേഷൻസ് വഴി പ്രതിരോധശേഷി നേടാം. ഇതിനെയാണ് ആർജിത പ്രതിരോധശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. It is through vaccines that we have survived many epidemics such as smallpox, plague and polio which have threatened the very existence of the human race. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരുന്ന സ്മോൾ പോക്സ്, പോളിയോ,
പ്ലേഗ് ഇവയൊക്കെ നമ്മൾ അതിജീവിച്ചത് ഈ വാക്സിനേഷൻ വഴിയാണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ദോസ് ഹു വാണ്ടഡ് ടു ബി വാക്സിനേറ്റഡ് ഷുഡ് കം ടു കൗണ്ടർ 2. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2ലേക്ക് വരണം എന്നാണ് പറയുന്നത്. പിക്ചറിന് താഴെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ്? ഏതൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് വാക്സിൻസ് എടുക്കേണ്ടത്? വിച്ച് ആർ ദ മാൻഡേറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 16? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻസ് ഏതെല്ലാം? ഇനി നമുക്ക് വാക്സിൻ ചാർട്ട് നോക്കിയാൽ അറിയാം ഏതൊക്കെ വാക്സിൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. ആദ്യത്തേത് നോക്കാം. BCG, ബാസിലസ് കാൽമിറ്റ് ഗ്യൂറിൻ. ഇത് പ്രധാനമായിട്ടും ക്ഷയരോഗം TBക്കെതിരെയായിട്ട് ഉപയോഗിക്കുന്ന വാക്സിനാണ്. ക്ഷയരോഗം സാധാരണയായിട്ട് നമ്മുടെ ശ്വാസകോശങ്ങളെ അല്ലെങ്കിൽ ലങ്സിനെയാണ് ബാധിക്കുന്നത്. കുട്ടികളിലാണെങ്കിൽ മെനിഞ്ചൈറ്റിസ്, TB എന്നിവയ്ക്കെതിരെ സംരക്ഷണം നൽകാനും നമ്മുടെ ഈ BCG വാക്സിൻ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് OPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ രോഗത്തിൽ നിന്ന് നമ്മളെ ഈ വാക്സിൻ സംരക്ഷിക്കുന്നു. പോളിയോ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമ്മുടെ മസിൽസൊക്കെ വീക്കായി പോകും, അതായത് അത് വല്ലാതെ ക്ഷീണിച്ചു പോകും. കൈകാലുകളുടെ ചലനം വളരെ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? നടക്കാനും ഓടാനും ഒന്നും സാധിക്കാത്തൊരവസ്ഥ വരുന്നു. ഇനി അടുത്തതാണ് Hep B, അതായത് ഹെപ്പറ്റൈറ്റിസ് B. മനുഷ്യൻ്റെ കരളിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ദീർഘസ്ഥ മഞ്ഞപ്പിത്തം എന്നൊക്കെ നമ്മൾ ഈ അസുഖത്തിനെ പറയും. അപ്പോൾ ഇത് കാരണമുണ്ടാകുന്ന രോഗാവസ്ഥയും അതിന് കാരണമാകുന്ന വൈറസ് രണ്ടിൻ്റെയും പേര് ഹെപ്പറ്റൈറ്റിസ് B എന്ന് തന്നെയാണ്. ഓക്കാനം, ഛർദി, വയറുവേദന, കണ്ണിലും സ്കിന്നിലും ഒക്കെ മഞ്ഞ നിറം, യൂറിന് കടുത്ത മഞ്ഞ നിറം, ഇതൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അടുത്ത വാക്സിൻ ഏതാണ്? FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. OPV പോലെ തന്നെ പോളിയോ രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് FIPV. അപ്പോൾ എന്തിനാണ് പിന്നെ FIPVയുടെ ആവശ്യം? OPVനേക്കാളും കൂടുതൽ ശക്തമായിട്ട് പോളിയോ രോഗത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള പ്രതിരോധശേഷി നേടാൻ നമുക്ക് FIPV വാക്സിൻ കൂടെ എടുക്കുന്നതാണ് നല്ലത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് RVV അഥവാ റോട്ട വൈറസ് വാക്സിൻ. ശിശുക്കളിലും കൊച്ചുകുട്ടികളിലൊക്കെ കടുത്ത വയറിളക്കത്തിന്, അതായത് ലൂസ് മോഷന് കാരണമാകുന്ന ഒരുതരം വൈറസാണ് ഈ റോട്ട വൈറസ്. ഇതിൽ നിന്ന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് റോട്ട വൈറസ് വാക്സിൻ അഥവാ RVV എടുക്കുന്നത്. ഛർദി, വയറുവേദനയൊക്കെയാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. അടുത്തതാണ് PCV, ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ. അതായത് സ്ട്രെപ്റ്റോകോക്കസ് അഥവാ ന്യൂമോകോക്കൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. അതിനെതിരെ പ്രയോഗിക്കുന്ന വാക്സിനാണ് PCV. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, സെപ്സിസ് എന്നീ ഗുരുതരമായ രോഗങ്ങളും അതുകൂടാതെ സൈനസൈറ്റിസ്, ചെവിയിൽ അണുബാധ തുടങ്ങിയ സാധാരണ അസുഖങ്ങളും ഉണ്ടാകാനായിട്ട് ഈ അണുബാധ കാരണമാകും. അടുത്തത് MR, മീസിൽസ് റുബെല്ല വാക്സിൻ. മീസിൽസ്, റുബെല്ല ഈ 2 അസുഖങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. ഇനി എന്താണ് മീസിൽസ്? 5-ാം പനി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ മീസിൽസ് വൈറസ് മൂലമാണ് 5-ാം പനി ഉണ്ടാകുന്നത്. 5-ാം പനി വന്നു കഴിഞ്ഞാലും നല്ല പനി ഉണ്ടാവും, അതുമാതിരി വീക്കമുള്ള കണ്ണുകൾ, ഇതൊക്കെയാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെളുത്ത പാടുകളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി റുബെല്ല എന്ന് പറഞ്ഞ രോഗം എന്താണ്? ജർമ്മൻ മീസിൽസ് എന്ന് അതറിയപ്പെടുന്നുണ്ട്. പനി, തൊണ്ടവേദന, ക്ഷീണം. ഇനി മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സന്ധിവേദന, ഇതൊക്കെ ഉണ്ടാകും. ഇനി 5-ാം പനിയേക്കാൾ വലിപ്പമുള്ളതും എന്നാൽ ചിക്കൻ ബോക്സിനേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു തരം കുരുക്കളും ശരീരത്തിൽ കാണും. അപ്പോൾ ഈ 2 തരം രോഗങ്ങളിൽ നിന്നും ഏതൊക്കെ? മീസിൽസും റുബെല്ല, ഇതിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് MR വാക്സിൻ, അതായത് മീസിൽസ് റുബെല്ല വാക്സിൻ എടുക്കുന്നത്. അടുത്താണ് DPT, ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് വാക്സിൻ. അപ്പോൾ 3 രോഗങ്ങൾക്കെതിരെയാണ് ഈ ഒരു വാക്സിൻ നമ്മൾ എടുക്കുന്നത്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള് എന്ന് മലയാളത്തിൽ പറയും. പെർട്യൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ. അതുപോലെ ടെറ്റനസും. അപ്പോൾ ട്രിപ്പിൾ വാക്സിൻ എന്നും ഈ വാക്സിൻ അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഡിഫ്തീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തൊണ്ടയിലെയും മൂക്കിലെയും ഒക്കെ ചർമ്മത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വില്ലൻ ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതികഠിനമായ ചുമ, ശ്വാസതടസ്സം ഉണ്ടാവും. വില്ലൻ ചുമ എന്ന് പേര് വരാനായിട്ടുള്ള കാരണം നല്ല ചുമയായിരിക്കും, ഭയങ്കര ചുമ കാരണം ചുമച്ച് ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞു പോകുന്നതാണ് പറയുക. അതുകൊണ്ടാണ് വില്ലൻ ചുമ എന്ന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ടെറ്റനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേശികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പനി, തലവേദന, തൊണ്ടയിൽ നിന്ന് വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ലാസ്റ്റ് വണ്ണാണ് TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസിൽ നിന്നും അതുപോലെ ഡിഫ്തീരിയയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വാക്സിനാണ്.
നമ്മൾ ഓരോരോ വാക്സിൻസിനെ കുറിച്ച് പഠിച്ചു, എന്തിനു വേണ്ടിയാണ് ആ വാക്സിൻസ് എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞു. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, അതായത് ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാണ്? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലേ. ഇനി 6 വീക്സ് 6 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ എടുക്കുന്ന വാക്സിൻസാണ് അടുത്ത് തന്നിട്ടുള്ളത്. OPV1. ഈ OPV1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? OPVയുടെ ഫസ്റ്റ് ഡോസ്, RVVയുടെ ഫസ്റ്റ് ഡോസ്. അപ്പോൾ അടുത്ത ഡോസ് ഇനിയും എടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ ബാക്കിയുള്ള വാക്സിൻസും ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് 6 വീക്സ് പ്രായമുള്ളപ്പോഴാണ്. അടുത്തത് എന്താണ്? 10 വീക്സ് പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. OPV2, അതുപോലെ RVV2 ഇങ്ങനെയുള്ള വാക്സിൻസൊക്കെ 10 ആഴ്ച പ്രായമാകുമ്പോഴാണ് എടുക്കേണ്ടത്. അതുപോലെ 14 ആഴ്ച പ്രായമുള്ളപ്പോഴേ എടുക്കേണ്ട വാക്സിൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി എന്താണ്? 9 മാസം പ്രായമുള്ളപ്പോഴല്ലേ അപ്പോൾ എടുക്കേണ്ട വാക്സിൻസ് MR1, PCV, ബൂസ്റ്റർ, അങ്ങനെ വൈറ്റമിൻ A, അങ്ങനെ വാക്സിൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 16 വയസ്സ് വരെ എടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇത് നിങ്ങൾ നല്ലപോലെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേത് പോളിയോ വാക്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പ്രായത്തിലൊക്കെയാണ് നമുക്ക് പോളിയോ വാക്സിൻ എടുക്കേണ്ടത്? പോളിയോ വാക്സിൻ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് 6 വീക്സ്, 10 വീക്സ്, 14 വീക്സ്, 9 മന്ത്സ് ഇത്രയും ടൈംസ് നമ്മൾ ആ വാക്സിൻ എടുക്കണം. ഏത് രോഗത്തിൽ നിന്നാണ് നമ്മളത് രക്ഷിക്കുന്നത്? പോളിയോ എന്ന രോഗത്തിൽ നിന്ന്. ഇവിടെ നമ്മളോട് ഒരു വാക്സിൻ്റെ പേരും അത് ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടതെന്നും ഏത് രോഗത്തിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടതും എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് എഴുതാം. MR വാക്സിൻ എഴുതാണെങ്കിൽ 9 മന്ത്സ്, 16 to 24 മന്ത്സ് ആ പ്രായത്തിലാണ് എടുക്കേണ്ടത്. ഏതൊക്കെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു? മീസിൽസ്, റുബെല്ല. അടുത്തത് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സും 16 വയസ്സും ഉള്ളപ്പോഴാണ് ഈ ഒരു വാക്സിൻ എടുക്കേണ്ടത്. ഇനി ഏതൊക്കെ രോഗത്തിൽ നിന്ന് അത് നമ്മളെ സംരക്ഷിക്കുന്നു? ടെറ്റനസും ഡിഫ്തീരിയയും. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. Proper awareness is to be given to the people regarding the mode of transmission of disease and the method of prevention. What can we do for this? അതായത് ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കണം. എന്തിനെക്കുറിച്ച്? എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത്, അത് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്. വാട്ട് ക്യാൻ വി ഡു ഫോർ ദിസ്? ഇങ്ങനെ ഈ ബോധവൽക്കരണം കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡ്രാമ, നാടകങ്ങൾ, പപ്പട്രി എന്ന് വെച്ചാൽ പാവക്കളി, കാർട്ടൂൺ, പോസ്റ്റർ, ഇതൊക്കെ ചെയ്യാം. അതുകൂടാതെ നമുക്ക് സെമിനാർസ് സംഘടിപ്പിക്കാം, ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അടുത്ത താഴെ എന്താ തന്നിട്ടുള്ളത്? ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് എവേ വിത്ത് പ്രോപ്പർ അവയർനെസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് എ നേഷൻ. അതായത് കൃത്യമായ ബോധവൽക്കരണവും അസുഖങ്ങളെ തടയാനുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ രോഗങ്ങളെ നമുക്ക് ദൂരെ തന്നെ നിർത്താം. ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ തരാം. താങ്ക്